മനുഷ്യർ ക്രിസ്ത്യാനികളെല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. എന്തിനാ വിളിച്ചിരിക്കുന്നത്? നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാ ശരിക്കും? നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പോകാനാണ് വിളിച്ചിരിക്കുന്നത്. ഈശോ പറയാൻ കം ഫോളോ മീ അല്ലേ? അങ്ങനെയല്ലേ വിളിക്കണേ? വരിക, എന്നെ അനുഗമിക്കുക. ശിഷ്യന്മാരെ അങ്ങനെ വിളിച്ച എന്തിനാണ്? ശിഷ്യന്മാരെ ഈശോ വിളിച്ച കം എന്ന് പറഞ്ഞ് വിളിച്ചതിനാണ്, ഗോ എന്ന് പറയാനാണ് അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? ഈശോ വിളിച്ചപ്പോ ശിഷ്യന്മാരോട് എന്താ പറയാ? കം ആൻഡ് ഫോളോ മീ. അത് കഴിഞ്ഞ് അവസാനം എന്താ പറഞ്ഞത്? ഈശോ ദൗത്യമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ എന്താ പറയാ? ഗോ ആൻഡ് പ്രൊക്ലെയിം. കം എന്ന് പറഞ്ഞവനാണ് എന്ന് പറയാ ഗോ എന്ന് പറയുക. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ സംഗതി. ഈശോ നമ്മൾ വിളിക്കുന്നത് അവന്റെ കൂടെ കുറച്ചു നേരം ഇരുന്നിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ്. എങ്ങോട്ട് പോകണം? ടു പ്രൊക്ലെയിം. എങ്ങോട്ട് പോകണം? പ്രഘോഷിക്കാനായിട്ട് പോകണം. ഓക്കെ, ഒന്ന് ചിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ എന്നൊക്കെ പറ കേട്ടോ. അങ്ങനെ പറയണം. ലീഡേഴ്സോ നിങ്ങൾ സാധാരണ കുട്ടികളല്ല, സാധാരണ സ്റ്റുഡൻസ് അല്ല. അപ്പൊ നിങ്ങൾ എപ്പോ റെസ്പോണ്ട് ചെയ്യണം. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. പ്രതികരിക്കണം. പ്രതികരണ ശേഷി എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഈശോ എന്തെന്ന് പറഞ്ഞ വിളിച്ചേ? കം ആൻഡ് ഫോളോ മീ. വരിക, എന്നെ അനുഗമിക്കുക. വരിക, എന്നെ അനുഗമിക്കുക. അതെല്ലാം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് ഈശോ എന്താ പറയാ? പോകുവിൻ പ്രഘോഷിക്കുവിൻ. അത് കൽപ്പനയാണ് കേട്ടോ. ആദ്യത്തെ കൽപ്പനയാ കം. അത് കൽപ്പനയാ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതിയോ? ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതിയോ? ഇഷ്ടമില്ലെങ്കിലും വരണം. അതാണ് ആ വിളിക്കണേ. കം, പ്ലീസ് കം. അങ്ങനെയാണോ പറഞ്ഞത്? ദയവായി വരൂ. അങ്ങനെയാണ് ഈശോ ചോദിക്കുക. ഡു യു ലൈക്ക് ടു കം? അങ്ങനെയാണ് ചോദിക്കണേ. അങ്ങനെയല്ല, വരിക. കം ഒറ്റ കൽപ്പനയാണ്. ഈശോയുടെ വിളിയും ഈശോ അയക്കുന്നതും എല്ലാം കൽപ്പനയാണ്. അതിന് വേറെ ചോയ്സ് ഇല്ലെന്നർത്ഥം. നമുക്ക് മറ്റൊരു ചോയ്സ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മറ്റൊരു ചോയ്സ് ഇല്ല. ഈശോയുടെ വിളി സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആകെയുള്ള ചോയ്സ്. വേറെ ചോയ്സ് ഇല്ല. ഓക്കെ, അപ്പൊ ഈശോ വിളിക്കുകയാണ് കം ആൻഡ് ഫോളോ മീ. വരിക, എന്നെ അനുഗമിക്കുക. കൽപ്പനയാണ്. അതിനുശേഷം ലാസ്റ്റ് പറയാണ് ഗോ ആൻഡ് പ്രൊക്ലെയിം. ഇപ്പൊ സത്യത്തില് നമ്മള് ഇവിടെ വന്നിരിക്കുന്നത്, നമ്മൾ ഓൾറെഡി വിളിക്കപ്പെട്ടവരാണ്. ഈശോ നമ്മളെ വിളിച്ചു, ഈശോയെ നമ്മൾ അനുഗമിക്കുന്നു. ഇനി നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. എന്തിനു വേണ്ടി? പോയി പ്രഘോഷിക്കാൻ. ഇത് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. നമ്മളിപ്പോ പോയവരും പ്രഘോഷിച്ചവരൊക്കെയാണ് ഇല്ലേ? പല പ്രാവശ്യം പ്രഘോഷിച്ചിട്ടുണ്ട്. നമ്മൾ വചനവും നമ്മുടെ സാക്ഷിയൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ അത് ഒരു നിരന്തരമായ ഒരു പ്രക്രിയയാണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലേ? ഇത് നമുക്ക് എല്ലായ്പ്പോഴും നമ്മൾ റിന്യൂവൽ എന്ന് പറയും, നവീകരണം നമുക്ക് ആവശ്യമാണ്. നമുക്ക് എപ്പോ എന്ത് വേണം? നവീകരണം. നമ്മൾ എപ്പോഴും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം ഇല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഈ ഈശോയുടെ കൂടെ ഇരിക്കാൻ ഇതുപോലെ പരിശീലനം നമുക്ക് ആവശ്യമാണ്. അതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോ കോൾ ടു ലീഡ്. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു അയക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, അതുകൂടെ പറയാണ് ലീഡർഷിപ്പ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ലീഡർഷിപ്പ് ഈസ് ബിഹേവിയർ, നോട്ട് പൊസിഷൻ. അതാണ് ക്രിസ്ത്യൻ ലീഡർഷിപ്പിന്റെ പ്രത്യേകത. ഇതൊരു പെരുമാറ്റ ചട്ടമാണ് സത്യത്തിൽ അല്ലേ? ഇത് ഒരു സ്ഥാനമാണോ? ലീഡർ ആകാൻ വേണ്ടിയിട്ട് ഇടികൂടി ലീഡർ ആവുകയാണോ? അല്ല. ഇത് ഈ പള്ളിയിലൊക്കെ നമ്മൾ ഈ കുടുംബ യൂണിറ്റിന്റെ ഇലക്ഷനൊക്കെ വരില്ലേ? എന്തിടിയാ? ശ്രദ്ധിച്ചോ നിങ്ങള്? ഭയങ്കര ഇടിയാ. ചില ഗ്രൂപ്പിലൊക്കെ ഭയങ്കര രാഷ്ട്രീയ കളിയാ. കേന്ദ്ര സമിതി ലീഡറാവാൻ, കുടുംബ യൂണിറ്റ് ലീഡർ. അപ്പൊ അവർ പ്ലാൻ ചെയ്യും, ഇന്നാൾ ഇന്ന യൂണിറ്റിൽ നിന്ന് വരണം, മറ്റാൾ മറ്റേ യൂണിറ്റിൽ നിന്ന് വരണം. എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടി ഇന്നാളെ പിടിച്ച് കേന്ദ്ര സമിതി ലീഡർ ആക്കണം. ഇതൊക്കെ ഭയങ്കര കളിയാണ്. ചില പള്ളികളിലുള്ളൂ, ചില സ്ഥലത്തില്ല. അപ്പൊ അങ്ങനെ സത്യത്തിൽ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴും ഞാൻ ചിലപ്പോഴൊക്കെ ക്ലാസ് എടുക്കാൻ പോകും. യൂണിറ്റ് ലീഡർമാർക്ക് ക്ലാസ് എടുക്കാൻ പോകും. അതിലുള്ള തലത്തിലൊക്കെ എല്ലാവരെയും വിളിച്ചു കൂട്ടും. അങ്ങനെയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവരോട് പറയും, ഇതിൽ വിചാരിച്ച അപ്പോയിന്റ് ചെയ്ത ലീഡർമാരുണ്ടാവും. അയാൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. എങ്കിലും വിചാരിച്ച പറയും നീ ആയാൽ മതി ഇല്ലേ? അങ്ങനെ വിചാരിച്ച അപ്പോയിന്റ് ചെയ്തവരുണ്ടാവും. പൊളിറ്റിക്സ് കളിച്ച ആയ ആൾക്കാരുണ്ടാവും ഇല്ലേ? പിന്നെ അങ്ങനെ തല്ലുപിടിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും അതില്ലേ ഇല്ലേ? പൊളിറ്റിക്സ് കളിച്ചവരും തല്ലുപിടിച്ച് പേടിപ്പിച്ചൊക്കെ ആയ ആളുകളൊക്കെ ഉണ്ടാവും. ഇഷ്ടമില്ലാതായ ആളുകളൊക്കെ ഉണ്ട്. അല്ലാത്തൊരു എല്ലാത്തരം ആൾക്കാരും അതിലുണ്ട് അല്ലേ? എല്ലാത്തരം ആൾക്കാരും ആ നേതൃത്വത്തിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ള നേതൃത്വത്തിൽ വന്നിട്ടുള്ള ആളുകൾ, ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും മത്സരിച്ച് വന്നവരും തല്ലുപിടിച്ച് വന്നവരും എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെല്ലാവരും ലീഡേഴ്സാണ്, നിങ്ങളെല്ലാവരും കർത്താവ് വിളിച്ചിരിക്കുന്നു. എന്താ അങ്ങനെ പറയണേ? അവരെങ്ങനെ വന്നായാലും അതൊരു വിളിയാണ്. മനസ്സിലായോ? അവർ തല്ലുപിടിച്ച് വന്നായാലും, അവര് പണം കൊടുത്ത് സ്വാധീനിച്ചു വന്നായാലും അതൊരു വിളിയാണ്. അത് കർത്താവ് വിളിക്കാതെ അവർ
അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ കോഴ്സിന് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിലും എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും വിളിക്കപ്പെട്ടു. കാരണം എന്താ? അതിന്റെ കാരണം എന്തറിയോ? സഭ ആരുടേതാണ്? സഭ ആരുടേതാണ്? സഭ ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തുവിന്റെ ആരാണ് സഭ? ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ. അപ്പൊ സഭയെ ആര് നയിക്കണമെന്ന് ആര് തീരുമാനിക്കും? മണവാളം തീരുമാനിക്കും അല്ലേ? ശിരസ്സാണ്, സഭ ശരീരമാണ്, അവൻ മണവാളനാണ്, സഭ വധുവാണ് ഇല്ലേ? അപ്പോ തന്റെ വധുവിനെ നയിക്കണം. ആര് നയിക്കണമെന്ന് ആര് തീരുമാനിക്കും? വരൻ തീരുമാനിക്കും. അപ്പൊ അതുകൊണ്ട് സഭയില് നമ്മൾ എന്ത് ശുശ്രൂഷയിൽ രംഗത്ത് വന്നാലും, ഇപ്പൊ കപ്പിയാരാവാം. എന്റെ കപ്പിയാരോടെ അങ്ങോട്ട് തിരിപ്പുണ്ടല്ലോ, ഇവിടെ ഒന്നില്ല, അവിടെ രജിസ്ട്രേഷൻ ചിലപ്പോ കപ്പിയാരാവാം, ചിലപ്പോ കൈക്കാരനാവാം, ചിലപ്പോ യൂണിറ്റ് ലീഡർ ആവാം, ചിലപ്പോ കാരിസം ടീച്ചറാവാം, ചിലപ്പോ ഏതെങ്കിലും സംഘടനയുടെ നേതാവാകാം, എന്തുവാകാം. എങ്ങനെയായാലും അത് കർത്താവിനാൽ വിളിക്കപ്പെട്ടത്, കർത്താവ് നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദ്യം നമ്മൾ അഭിമാനം കൊള്ളണം. നമ്മളെല്ലാവരും അഭിമാനം കൊള്ളണം. എന്തിൽ അഭിമാനം കൊള്ളണേ? നമ്മളെല്ലാവരും ഈശോയാൽ വിളിക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. വിളിക്കപ്പെട്ടവരൊക്കെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. വിളിക്കപ്പെട്ടവർ അനേകം, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നമ്മള് വിളിക്കപ്പെടുകയും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഉറക്കെ പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. ഓക്കേ, അതാണ് ആവേശം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ അഭിമാനം കൊള്ളണം. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ചിലപ്പോ നമുക്ക് സംശയം ഉണ്ടാവും, ഞാൻ ഇതിന് യോഗ്യനാണോ, എനിക്കിത് പറ്റുമോ? അങ്ങനെയുള്ള സംശയമേ വേണ്ട. അല്ലെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്, അങ്ങനെയുള്ള ചിന്തയെ വേണ്ട. കാരണം എന്താ? ഈ യോഗ്യത ആരാ തരണേ? കർത്താവാണ് യോഗ്യത തരുന്നത് ഇല്ലേ? അപ്പോസ്തലന്മാരെ കർത്താവ് വിളിച്ചത് ജെറൂസലേമിലെ ഏറ്റവും നല്ല ഫരിസേയരെ നോക്കിയിട്ടാണോ? ഏറ്റവും നല്ല സദുച്ചേയരെ നോക്കിയിട്ടാണോ? അല്ലെങ്കിൽ അവർക്ക് നിയമം പഠിച്ചിട്ടുണ്ടോ? അവര് യഹൂദ കുടുംബത്തിൽ ജനിച്ചാലോ, കുലീന കുടുംബത്തിൽ ജനിച്ചാണോ, പുരോഹിത കുടുംബത്തിൽ ജനിച്ചാണോ? ഇതൊന്നും നോക്കിയിട്ടാണോ? അല്ല. ഈശോ അവരെ വിളിച്ചത് എങ്ങനെയാണ്? ഈശോ അവരിഷ്ടപ്പെട്ട് വിളിച്ചതാണ് അല്ലേ? ഇഷ്ടപ്പെട്ട് മീൻ പിടിക്കുന്ന ആൾക്കാര്, അവർക്ക് ഒന്നും അറിയില്ല, അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അങ്ങനെയുള്ള ആളുകളൊക്കെ ഈശോ വിളിച്ചു. അപ്പൊ ഈശോക്ക് അതേസമയം ഈശോ ഇവർക്ക് ദൗത്യം വലിയ ദൗത്യമാണ്. വലിയ ജ്ഞാനികൾ ചെയ്യേണ്ട ദൗത്യം ഇവർ ചെയ്യണം ഇല്ലേ? വലിയ നല്ല നേതൃത്വ പാഠവുമുള്ള അധികാരത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യമാണ്. ധീരതയോടുകൂടി രക്തം ചിന്താൻ തയ്യാറായിട്ടുള്ള മനുഷ്യർ ചെയ്യേണ്ട കാര്യമാണ് ഇത്. പക്ഷെ അങ്ങനെയൊക്കെ ഈശോ നോക്കിയോ? പക്ഷെ അവരൊക്കെ അങ്ങനെ ആയി പിന്നീട് അല്ലേ? അവരെല്ലാവരും അങ്ങനെ ആയി മാറുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഇതൊരു പൊസിഷൻ അല്ല, ഇതൊരു ബിഹേവിയറാണ്, ഒരു ക്രിസ്ത്യൻ ബിഹേവിയറാണ് അല്ലേ? ഓക്കെ, ഇതൊരു ക്രിസ്ത്യൻ ബിഹേവിയറാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി കേട്ടോ. ഇനി ഒന്ന് നോക്കിയേ, നമ്മള് ഇങ്ങനെ ചെയ്യുമ്പോ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് ആദ്യം പറയാൻ നമ്മുടെ വിഷയത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട്. ഒന്ന്, അക്കമ്പനിമെന്റ് ആസ് ജീസസ് ഡിഡ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അതാണ് ലവിംഗ് ലുക്ക്. നമ്മള് ഒരു ലീഡർ എന്ന നിലയിൽ ഈശോയെ പോലെ ചെയ്യാനായിട്ടുള്ള ശ്രമം വേണം. അതുപോലെ നടക്കൂല, എങ്കിലൊരു ശ്രമം വേണം. അതിനാദ്യം പഠിക്കേണ്ട കാര്യം എന്താ? ലവിംഗ് ലുക്ക്. സ്നേഹത്തോടെ നോക്കാൻ പഠിക്കും. ഒന്ന് അടുത്തിരിക്കുന്ന ആൾ സ്നേഹത്തോടെ നോക്കി, പകയോടെ നോക്കാതെ സ്നേഹത്തോടെ നോക്കി, ചിരിച്ചുകൊണ്ട് നോക്കി. ഈശോ നോക്കുന്ന പോലെ നോക്കി. ഈശോ എങ്ങനെ നോക്കിയാ? ഈശോയുടെ പ്രത്യേകത എന്താ? അവരുടെ നോട്ടം കരുണയുള്ള നോട്ടമാണ് അല്ലേ? ഈശോയുടെ നോട്ടം എന്താണ്? കരുണയുള്ള. അവര് നോക്കിയപ്പോ അനുകമ്പ തോന്നി ഇല്ലേ? ഈശോയ്ക്ക് പലരോട് അനുകമ്പ തോന്നി. അവരിടയിലില്ലാത്ത ആളുകളെ പോലെ ഇല്ലേ? അനുകമ്പ തോന്നി. അപ്പൊ ഈശോ നോക്കുന്നത് പോലെ നോക്കണം ഇല്ലേ? അതായത് കരുണയോടെ നോക്കണം, സ്നേഹത്തോടെ നോക്കണം. അതാണ് ആദ്യം പഠിക്കേണ്ട പാഠം. ഈശോയെ പോലെ നോക്കാൻ പഠിക്കുക എല്ലാം ഇല്ലേ? അതാണ്. അപ്പൊ അത് നമ്മള് ആദ്യം കോളിംഗ് ഓഫ് ദ ഫസ്റ്റ് ഡിസൈപ്പിൾസ് അല്ലെ? ശിഷ്യന്മാരെ ഈശോ കണ്ടു. എങ്ങനെയാണെന്നറിയോ? അവൻ ഗനേസരത്ത് തടാകത്തിന് തീരെ നിൽക്കുകയായിരുന്നു. എവിടെയത് പറയണേ? ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യം. 1-ാമത്തെ വാക്യത്തിൽ വെച്ച് പറയണേ, അവൻ ഗനേസരത്ത് തടാകത്തിനരികെ നിൽക്കുകയായിരുന്നു. അപ്പൊ ആളുകൾ അവരുടെ അടുത്തുകൂടി അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഈശോ ഒരു നോട്ടം നോക്കി. ആരെ? മീൻ പിടിക്കുന്ന ആളുകളെ നോക്കി. മീൻ പിടിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരുന്നറിയോ? അവര് മീനൊക്കെ ഒന്നും കിട്ടാതെ കരക്ക് കയറി, വഞ്ചിയൊക്കെ കരക്ക് കയറ്റി വെച്ച്, 2 വള്ളങ്ങൾ കരക്ക് കയറ്റി വെച്ച്, വലയൊക്കെ മടക്കി വെച്ച് ഇല്ലേ? വല മടക്കിക്കൊണ്ടിരിക്കുക, ഒന്നും കിട്ടിയില്ല. അതിന്റെ കാരണം പിന്നീട് പത്രോസ് പറയുന്നുണ്ട്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പൊ നിരാശ കൂണ്ടു നിൽക്കുന്ന, ഒന്നും കിട്ടാതെ രാത്രി മുഴുവൻ അധ്വാനിച്ച് തളർന്ന് ക്ഷീണിച്ച് നിരാശയോടെ നിൽക്കുന്ന ഈ ശിഷ്യന്മാർ, ഈ
ഈ അന്നേരം ശിഷ്യന്മാരല്ല, ഈ മീൻപിടുത്തക്കാരൻ. അവരെ ഈശോ നോക്കി. അതാണ് ആദ്യത്തെ നമ്മുടെ ശിഷ്യന്മാരുടെ നോട്ടം അല്ലേ? ആ നോട്ടം ഭയങ്കര സ്നേഹത്തോടെ നോക്കുകയാണ്, വരെ കരുണയോടെ നോക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഈശോ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നിട്ട് അവരുടെ വള്ളങ്ങളിൽ ഒന്നിലിരുന്നു. ഈ വള്ളത്തിന്റെ പ്രത്യേകത, മീൻ കിട്ടാതെ കാലിയായിട്ട് കയറ്റി വെച്ചിരിക്കുന്നു അല്ലേ? ഒരു യൂസ്ലെസ് വള്ളം സത്യത്തിൽ അല്ലേ? അവര് നിരാശപ്പെട്ട് നിൽക്കുക, ആ വള്ളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈശോ ഇരിക്കുന്ന ഇടം നോക്കിയേ. നമ്മൾ തകർന്നിരിക്കും ഈശോ വന്നിരിക്കും, മനസ്സിലായോ? തകർന്നിരിക്കും ഈശോ. ഇതാണ് നമ്മുടെ ലവിങ് ലുക്ക് എന്ന് പറയാം. തകർന്നിരിക്കുന്ന ഒരാളെ സ്നേഹത്തോടെ നോക്കാൻ പറ്റും. ഇങ്ങനെ വലിയ എന്താ പറയാ, സുഖിച്ചു നിൽക്കുന്ന ഒരാളെ അല്ല നോക്കണം. നമ്മളൊക്കെ കണ്ണ ആദ്യമാണ് അങ്ങോട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കുന്ന ആളുകൾ, വലിയ വലിയ ആളുകൾ, അവരെ നോക്കാൻ എളുപ്പം. അവരെല്ലാം നോക്കണ്ടേ? വേദനിക്കുന്ന മനുഷ്യരെ നോക്കണം. ഒരു ലീഡറിന്റെ പ്രത്യേകത, ക്രിസ്ത്യൻ ലീഡറിന്റെ പ്രത്യേകത, ആദ്യം അവന്റെ കണ്ണ് ചെല്ലേണ്ടത് അനുകമ്പയുള്ള കണ്ണാണ്. അനുകമ്പയുള്ള നോട്ടമാണ് വേണ്ടത്. വിലപിക്കുന്ന, വേദനിക്കുന്ന, തകർന്നിരിക്കുന്ന മനുഷ്യരിലേക്ക് നോക്കണം. അപ്പൊ അങ്ങനെ ഈശോ അവരെ നോക്കി, വള്ളത്തിലിരുന്നു, അവരുടെ കൂടെ ഇരുന്ന് വചനം പഠിപ്പിച്ചു, അവരെ വചനം പഠിപ്പിച്ചു. അതിനുശേഷം ഈശോ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഈശോ പറയാണ്, ഈ വള്ളം ഒരു വെള്ളത്തിലേക്ക് അല്പം നീക്കുക. അതിനുശേഷം പറയാം, ആഴത്തിലേക്ക് അങ്ങനെ പറയാം, ദൂഖ് ഇൻ ആൾത്തും, ആഴത്തിലേക്ക് വലയെറിയുക, ആഴത്തിലേക്ക് എറിയുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആഴത്തിലേക്ക് എറിയാൻ പറഞ്ഞാല് അവിടെ സത്യത്തിലുള്ള മീനില്ലാന്ന് ശിഷ്യന്മാർക്ക് അറിയാം ഇല്ലേ? അവരാണല്ലോ പ്രഗത്ഭരായ മീൻപിടുത്തക്കാര്. രാത്രിയാണ് മീൻ കിട്ടണത്. ഇത് പട്ടല്ലേ? പകരം ഒരു ഈശോ പറയാം, അവര് മീൻ വല മുഴുവനും ആഴക്കടലിൽ പോയിട്ട് ഒന്നും കിട്ടിയില്ല. കരയിൽ ഒരു അല്പം മാത്രം മാറിയിട്ടുള്ളൂ, അവിടെ മീനില്ല. ഈശോ പറയാണ്, അവിടെ വലയില്ല, ആഴത്തിലേക്ക് എറിയാം. പത്രോസിന് സംശയമാണ്. പത്രോസ് പറയാ, അപ്പഴാ പത്രോസ് പറയാ, രാത്രി മുഴുവൻ ഒന്നും കിട്ടിയില്ല. എങ്കിൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം. പത്രോസ് മനസ്സിലായി, ഈ വന്നിരിക്കുന്ന ആള് എന്തോ വലിയ പ്രത്യേകത. പത്രോസ് അറിഞ്ഞൂടെ ഈശോയെ, എന്തോ വലിയ പ്രത്യേകതകളാണ്. അതുകൊണ്ട് പത്രോസ് ഈശോയുടെ നോട്ടത്തിൽ വീണുപോയി. അതാണ് ആ നോട്ടം. ആ നോട്ടത്തിൽ വീണുപോയി. കാരണം അവന്റെ കരുണയുള്ള കണ്ണ്, ധീരതയുള്ള കണ്ണ്, സ്നേഹമുള്ള കണ്ണ്, ആ നോട്ടത്തിൽ വീണു. പത്രോസ് പറയാ, എങ്കിലും നീ പറഞ്ഞത് നിമിത്തം ഞാൻ വലയിലാണ്. അങ്ങനെ പത്രോസ് വലറിയുന്നു, അതാണ് ആദ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു ലീഡറിന്റെ പ്രത്യേകത നോക്കാൻ കഴിയും. എല്ലാവരും ഈശോ നോക്കിയത് പോലെ ആ നമ്മുടെ നോട്ടത്തിലൂടെ നമ്മൾ അവരുടെ കൂടെ ഇരിക്കണം. ആ ഇരിക്കുന്ന അവസ്ഥയിൽ വചനം പങ്കുവെച്ച ഈശോ ഇരുന്നത് അല്ലേ? വചനം പങ്കുവെച്ചിരുന്നു, അവരുടെ കൂടെ ഇരുന്നു. അതിലൂടെ അവരെ ധീരതയോടെ ഉയർത്തിക്കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ആദ്യം അത് പഠിക്കണം. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് സൂക്ഷിക്കണം. നമ്മൾ മറ്റുള്ളവരെ ആ കണ്ണുകൊണ്ട് എല്ലാം ഈശോ നോക്കിയതുപോലെ. ഇപ്പൊ നമ്മൾ ലീഡർ ആവുന്നത് വെറുതെ നമ്മളിങ്ങനെ ലീഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ലീഡർ ആവുന്നതല്ല. നമ്മളെപ്പോഴും ലീഡേഴ്സാണ്, അതെപ്പോഴും മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങളുടെ പള്ളിയിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ, നിങ്ങളൊരു ഗ്രൂപ്പിലേക്ക് ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോഴും നിങ്ങളൊരു ക്രിസ്ത്യൻ ലീഡറാണ്. ക്രിസ്ത്യൻ ലീഡർ എപ്പോഴും ഒരു ക്രിസ്ത്യൻ ലീഡറാണ്. അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ വരുമ്പോ നമ്മളെല്ലാവരെയും ഈ കണ്ടുമുട്ടും ഈശോ നോക്കി. അടുത്ത സ്ലൈഡിലേക്ക് പോയാല്, അപ്പോ അടുത്ത സ്ലൈഡ്. അപ്പൊ ഈശോ അക്കമ്പനിയെന്ന് നമ്മൾ കാണുന്നു അല്ലേ? കൂടെ നടന്നിട്ടോ നോക്കി. അടുത്ത് നോക്കി, an ability to become the neighbor, the parent of the good Samaritan. അതാണ് രണ്ടാമത്. എന്ന് പറഞ്ഞാല് നല്ല സമരിയക്കാരന്റെ ഉപമ ഈശോ പറഞ്ഞു. നോക്കിയാൽ മാത്രം പോരാ, പിന്നെയോ ഒരു അയൽക്കാരനാകാൻ നമുക്ക് കഴിയും. അയൽക്കാരനാകാൻ കഴിയും ഇല്ലേ? ഈ ഫ്രാൻസിസ് പാപ്പ പറയുന്ന ഒരു വാക്ക് എപ്പോഴും പറഞ്ഞ കുറെ വാക്കുകളുണ്ട്. ഫ്രാൻസിസ് പാപ്പ സ്ഥിരം പറയുന്ന കുറെ വാക്കുകൾ, ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അതിൽ ഒരെണ്ണം അറിയോ? അക്കമ്പനിമെന്റ്. ഈ അക്കമ്പനിമെന്റിന്റെ പ്രത്യേകത കൂടെ നടക്കലാണ്. കൂടെ നടക്കല്. അദ്ദേഹം പറയുന്നുണ്ട്, ഇനി മുതൽ there is no pastoral visit but only pastoral accompaniment. ഇല്ലേ? അജപാലന സന്ദർശനമില്ല എന്ന് പറഞ്ഞാല്, ഇപ്പൊ വിൻസെന്റ് പോൾ സൊസൈറ്റിയിൽ അംഗമായിട്ടുള്ള വെരി ഗുഡ്, നിങ്ങളൊക്കെ വിൻസെന്റ് പോൾ തരാനല്ലേ? വിൻസെന്റ് പോൾ സൊസൈറ്റി രോഗികളെ സന്ദർശിക്കും ഇല്ലേ? രോഗികളെ സന്ദർശിക്കും. പക്ഷെ അവർ ഒരു പ്രാവശ്യമാണ് സന്ദർശിക്കണേ, അവർ പിന്നെയും സന്ദർശിക്കൂലേ? അപ്പൊ അതുപോലെ അതൊരു അക്കമ്പനിമെന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളെ സന്ദർശിച്ചിട്ട് ആ സന്ദർശിച്ച വ്യക്തിയെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഒരു കരുതലുണ്ട്. അത് വിൻസെന്റ് പിള്ളേരെ ചെയ്യാറുണ്ട് അല്ലേ? അവർക്ക് ഒരു കരുതലുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും, അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കും. ഇത് അക്കമ്പനിമെന്റ്. ഒരാളെ നമ്മൾ പോയിട്ട് ഒന്ന് കണ്ട് ഒന്ന് ആശ്വസിപ്പിച്ച് തിരിച്ചു പോകുന്നു, അതല്ല. ഒരു അജപാലനപരമായ അക്കമ്പനിമെന്റ് എന്ന് പറയുന്നത്, നമ്മൾ ആ വ്യക്തിയുടെ കൂടെ
വീണ്ടും വീണ്ടും പോയി അവരെ ഉയർത്തിക്കൊണ്ട് വരുന്നത് വരെ നമ്മൾ അവരെ സഹവർത്തിത്വം നമുക്ക് ആവശ്യമാണ്, കൂടെ നമുക്ക് ആവശ്യം. അപ്പൊ ഇതുപോലെ അതുകൊണ്ട് നമ്മൾ ഈ നോട്ടം മാത്രം പോരാ, നമ്മൾ അവരെ കരുതലോടെ സൂക്ഷിക്കണം. അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ കൂടെ നിൽക്കണം, അവരെ ഉയർത്തിക്കൊണ്ടുവരണം. അതെ, ഒരു വ്യക്തിയാവാം, ഒരു ഗ്രൂപ്പിനെയാവാം. അപ്പൊ അത് ഈശോ ചെയ്തതുപോലെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിലെവിടെയാണ് ഈശോ ഒരു ഉപമ പറയുന്നത്? സമരിയക്കാരന്റെ ഉപമയാണ് പറയാം. എന്താ സമരിയക്കാരന്റെ ഉപമയിൽ പറയാ? സമരിയക്കാരന്റെ ഉപമയിൽ പറയുന്നത്, വേദനിക്കപ്പെട്ട അത് വേദനിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ ഒരാൾ സഹായിച്ചു, ഇല്ലേ? തകർന്ന് തരിപ്പണമായി അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ, അയാളെ സഹായിച്ചു. നമ്മൾ ശ്രദ്ധിക്കുന്നത്, ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോയ ഒരാൾ വഴിയിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു. അതിലൂടെ ഒരു പുരോഹിതൻ കടന്നുപോയി, പുരോഹിതൻ അയാളെ ശുശ്രൂഷിച്ചില്ല. ഒരു ലേവായൻ കടന്നുപോയി, ലേവായൻ അയാളെ ശുശ്രൂഷിച്ചില്ല. അപ്പോൾ ഒരു സമരിയക്കാരൻ കടന്നുപോയി, സമരിയക്കാരൻ അയാളെ ശുശ്രൂഷിച്ചെന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചു, അയാൾക്ക് വേണ്ടി ആരോഗ്യം ചെലവഴിച്ചു, പണം ചെലവഴിച്ചു. വീണ്ടും വരും, അതൊക്കെ വരും, നാളെയും ഞാൻ വരും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ വെറുതെ പോയിട്ട് പോകല്ല, അയാൾ പിറ്റേ ദിവസം വരും എന്ന് ഉറപ്പ് കൊടുക്കുന്നതാണ് അക്കമൊഴിച്ച്. അങ്ങനെ അയാളുടെ കൂടെ കരുതലോടുകൂടെ ഒരു സഹവർത്തിത്വം കാണിക്കാനായിട്ട് ആ സമരിക്കാരന് സാധിച്ചു. അതുപോലെ നമുക്ക് സാധിക്കണമെന്നാണ് ഈശോയെ ഓർമ്മിപ്പിക്കുക. അതൊരു എബിലിറ്റിയാണ് പറയാം, അതൊരു കഴിവാണ്, അതല്ലെങ്കിൽ അതൊരു വിളിയാണ്, അത് നമ്മളൊരു സമർപ്പണമാണ്. ഓക്കെ, ഈ പുരോഹിതൻ എന്താ ചെയ്യാമെന്നറിയോ? സംഗതി നമ്മളിങ്ങനെ നോക്കുമ്പോൾ പുരോഹിതൻ ചെയ്തില്ല, പുരോഹിതൻ ചെയ്തില്ല. സത്യത്തിൽ എന്താ പുരോഹിതൻ ചെയ്യാൻ? പുരോഹിതൻ അത് ചെയ്യാതിരുന്നത്, പുരോഹിതൻ അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതായിരുന്നു ചിന്ത, അന്നത്തെ ചിന്ത. എന്നാ പറയൂ, പുരോഹിതര് അന്ന് വിശ്വസിച്ചു യഹൂദ പാരമ്പര്യം അനുസരിച്ച്, യഹൂദ പൗരോഹിത്യം, നയമായ പൗരോഹിത്യം, യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു പുരോഹിതന്റെ ദൗത്യം എന്ന് പറയുന്നത് ബലിയർപ്പണമാണ്, വിശുദ്ധീകരണമാണ്, സാങ്ക്ടിഫിക്കേഷൻ. കണ്ടോ? അപ്പൊ ജനങ്ങളെ വിശുദ്ധീകരിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കുക, അതാണ് പുരോഹിത ദൗത്യം ആയിട്ട് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് പുരോഹിതൻ ബലിയർപ്പിച്ചാൽ മതി, പുരോഹിതൻ ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചാൽ മതി, അയാൾക്ക് രക്ഷ പ്രാപിക്കാനാവും. അയാൾ നീതീകരിക്കുന്നത്, രക്ഷ പ്രാപിക്കുക എന്നതിനേക്കാൾ അവർ ഉപയോഗിക്കുന്ന വാക്ക് ജസ്റ്റിഫിക്കേഷൻ ആണ്. അത് ദൈവത്തിന്റെ മുമ്പിൽ നീതീകരിക്കപ്പെടും, നീതിവൽക്കരിക്കപ്പെടും എന്ന് പറയും, അല്ലെ? അല്ലെങ്കിൽ നീതീകരിക്കപ്പെടും. അതാണ്. അപ്പൊ ആ പുള്ളി വിചാരിച്ചെന്താ, ഞാൻ ബലിയർപ്പിച്ചിട്ട് വരികയല്ലേ, ജെറുസലേമിലെ പറയുന്നത്. അപ്പൊ പുള്ളി നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ നോക്കിയില്ലേലും കുഴപ്പമില്ല. അങ്ങനെയാണ് പുരോഹിതൻ ചിന്തിക്കണം, അല്ലെ? ഈ വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ നോക്കിയില്ലേലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ? പുരോഹിതന് നീതി കിട്ടിക്കഴിഞ്ഞു ദൈവത്തിന്റെ മുമ്പിൽ. പക്ഷെ ഈശോ പറയണത് അങ്ങനെ ചുളിവില് നീതി ഇല്ല, ഇല്ല. അത് പഴയ നിയമ ചിന്തയാണ്. നീ ബലിയർപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നിനക്ക് നിത്യരക്ഷ തരാൻ പോകുന്നില്ല. ഓക്കെ, നമുക്ക് ഇതൊക്കെ കൊടുത്തല്ലേ, എല്ലാത്തിനും സന്തോഷം നോക്കിയാൽ. ഓക്കെ, അതായത് ഒരു പുരോഹിതൻ ബലിയർപ്പിച്ചത് കൊണ്ട് ആ പുരോഹിതന് നിത്യരക്ഷ കിട്ടുന്ന ഉറപ്പില്ല. ഒരു പുരോഹിതൻ ദൈവത്തിന്റെ മുൻപിൽ മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചതുകൊണ്ട് പുരോഹിതന് നിത്യരക്ഷ കിട്ടണമെന്ന് ഉറപ്പില്ല. നിത്യരക്ഷ കിട്ടാൻ എല്ലാവർക്കും ഒരു വഴിയേ ഉള്ളൂ. അതെന്താ? ദൈവസ്നേഹവും പരസ്നേഹവും, അല്ലേ? ദൈവസ്നേഹവും പരസ്നേഹം, അതെല്ലാവർക്കും ഉള്ള വഴിയാണ്. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നീ പോയി ഇതുപോലെ ചെയ്യുക. മനസ്സിലായ? അപ്പൊ നിത്യജീവൻ പ്രാപിക്കാൻ ബലിയർപ്പിച്ചാൽ മാത്രം പോരാ, പുരോഹിതൻ ബലിയർപ്പിക്കണം. അത് പുരോഹിതന്റെ ദൗത്യമാണ്. പക്ഷേ ഈ പരസ്നേഹമില്ലാത്ത ബലിയർപ്പണം പോലും ദൈവത്തിന് സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് ഈശോ എന്ന് പറയാ, ബലിയല്ല കരുണയാണ്, ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് കരുണ. ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയല്ല കരുണയാണ്, ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് കരുണ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് ആവശ്യമാണ്. ബലി അർപ്പിക്കണം, അതേസമയം കരുണ. ഇനി ലേവായൻ എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്? ലേവായനെ സംബന്ധിച്ചിടത്തോളം അയാൾ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്, ഒപ്പം നിയമ പണ്ഡിതനുമാണ് ലേവായൻ. അപ്പൊ കൃത്യമായിട്ട് നിയമങ്ങളൊക്കെ പാലിക്കുകയും പാലിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ലേവായനാണ്, അല്ലെ? പലതരം ബലികൾ അവര് പഠിപ്പിച്ചു കൊടുത്ത ദഹനബലി, അതുപോലെ തന്നെ സമാധാന ബലി, പ്രായശ്ചിത്ത ബലി, പാപപരിഹാര ബലി, എന്താ പറയാ, അങ്ങനെ കുറെ ബലികൾ, ധാന്യബലി, ഇങ്ങനെ പലതരം ബലികളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് കാർക്കശ്യത്തോടുകൂടെ പാലിക്കുന്ന ആളാണ് ലേവായൻ. അതുപോലെ മോശയുടെ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾ ലേവായനാണ്. പുരോഹിത ദൗത്യമൊക്കെ കൃത്യമായിട്ട് ആ നിയമങ്ങളൊക്കെ പാലിക്കുന്നത് ലേവായനാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നീതീകരണം കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയോ? നിയമത്താലുള്ള നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ബൈ ലോ എന്ന് റോമക്കാർക്ക് എഴുതിയ ലേഖനം 4, 5, 6, 7 അധ്യായങ്ങളിലൊക്കെ
പൗലോസ് പറയുന്നുണ്ട്, ജസ്റ്റിഫിക്കേഷൻ ബൈ ലോ, നിയമത്താലുള്ള നീതീകരണവും ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം. അതിന്റെ വ്യത്യാസം പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ ഈ ലേവായി ചിന്തിക്കുന്നത് എന്താ? ലേവായി ചിന്തിക്കുന്നത് നിയമം അനുസരിച്ചത് കൊണ്ട്, നിയമം അറിയുന്നത് കൊണ്ട്, നിയമം പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, നീതീകരണമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വഴി കിടക്കുന്ന മനുഷ്യനെ നോക്കണോ? വേണ്ട. അപ്പൊ മറ്റു പുരോഹിതൻ ബലിയർപ്പിച്ചാൽ കിട്ടും, ഇയാൾക്ക് നിയമം പഠിപ്പിച്ചാൽ കിട്ടും. ഈശോ പറയാം, അതും ചുളിവിൽ വേണ്ട. എനിക്ക് നിയമം അറിയാമെന്ന് പറഞ്ഞിട്ട് നിനക്ക് രക്ഷയൊന്നും കിട്ടാൻ പോകില്ല. നീ എന്ത് ചെയ്യണം? ഈ വഴി കിടക്കണവനെ നോക്കിയേ പറ്റും. അതാ പറയാം. ഇനി സമരിയക്കാരന്റെ അവസ്ഥ ആലോചിക്കുകയെ, സമരിയക്കാരനെ ബലിയർപ്പിക്കാൻ പാടില്ല. കാരണം അയാൾ യഹൂദനല്ല. അയാൾക്ക് നിയമം അറിയാൻ പാടില്ല. കാരണം എന്താണ്? അയാൾക്ക് നിയമം അയാൾ പഠിച്ചിട്ടില്ല. ശരിക്കും അവരുടെ സമരിയക്കാരന്റെ ബൈബിൾ എന്ന് പറഞ്ഞാൽ ബൈബിള് തന്നെ ആദ്യത്തെ 5 പുസ്തകങ്ങളുള്ളൂ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം. ഈ 5 പുസ്തകങ്ങൾ അടങ്ങുന്ന പഞ്ചഗ്രന്ഥം, അതാണ് സമരിയക്കാരന്റെ ബൈബിൾ. അപ്പൊ അയാൾ പക്ഷെ അവരൊന്നും ഇങ്ങനെ യഹൂദനെ പഠിക്കുന്ന പോലെ വളരെ ആഴമായിട്ടൊന്നും വചനം പഠിക്കുന്നില്ല, നിയമമൊന്നും പഠിക്കില്ല. അപ്പൊ അവർക്കതില്ല. അപ്പൊ എന്താണ്? ബലിയർപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് അയാൾക്ക് നിത്യജീവനില്ല, അല്ലെങ്കിൽ അയാൾക്ക് നീതീകരണമില്ല. നിയമം അറിയില്ല, അതുകൊണ്ട് അയാൾക്ക് നീതീകരണമില്ല. അപ്പൊ ഇത് രണ്ടുമാണ് നീതീകരണത്തിന്റെ വഴി. ഇതുവരെ യഹൂദന് മനസ്സിലാക്കിയത്. ഒന്നിലെ ബലിയർപ്പിക്കാൻ പറ്റണം, അല്ലെങ്കിൽ നിയമം അറിയണം. ഇത് രണ്ടും അവനില്ല. അപ്പൊ വേറെ ആർക്കും രക്ഷയില്ല. ഈ യഹൂദർക്കല്ലാതെ അവരുടെ പറയുന്നതനുസരിച്ച്, അവർ പറയുന്നതനുസരിച്ച് നിയമം അറിയാത്തതുകൊണ്ട് രക്ഷയില്ല, ബലിയർപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് രക്ഷയില്ല. ഈശോ പറയാണ്, ഈ സമരിയക്കാരനാണ് രക്ഷ. കാരണം എന്താ? അവന് ബലിയർപ്പിക്കാൻ അറിയാൻ പാടില്ലെങ്കിലും, നിയമം അറിയാൻ പാടില്ലെങ്കിലും, അവൻ വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ ശുശ്രൂഷിച്ചു, സ്നേഹിച്ചു, അവന് വേണ്ടി അവൻ സമയം ചെലവഴിച്ചു. അതാണ് പ്രധാനം. അപ്പൊ ബലിയും വേണം, നിയമവും വേണം, പക്ഷേ ഒപ്പം എന്ത് വേണം? പരസ്നേഹം വേണം. ഇതാണ് പ്രിയപ്പെട്ടവരെ, നമ്മള് ഒരു ലീഡർ എന്ന് പറയുമ്പോൾ നോട്ടം മാത്രം പോരാ, മറിച്ച് കരുതലോടെയുള്ള സ്നേഹം വേണം, കൂടെ നടക്കുന്ന സ്നേഹം വേണം. ഓക്കെ, അടുത്ത സ്നേഹം. അപ്പൊ ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ an authoritative word, അധികാരപൂർവകമായ വചനം, ആധികാരികമായ വചനം. നമ്മൾ വചനം പഠിക്കണം, ദൈവവചനം നമ്മൾ പഠിക്കണം. ഒപ്പം തന്നെ ജീസസ് നോക്കിയേ, ടീച്ചിങ് ഇൻ ദ സിനഗോഗ് ഓഫ് കഫർനാവ്. ഈശോ കഫർനാവിൽ പോയി പഠിപ്പിച്ചു. യേശു എപ്പോഴും വചനം ധ്യാനിച്ചവനാണ്, ഉപാസകനാണ്. ദൈവവചനത്തിന്റെ ഉപാസകനാണ് ഈശോ, ഇല്ലേ? ദൈവവചനം തന്നെയാണ് അവൻ, അല്ലേ? എന്താ പറയാ, യോഹന്നാൻ പറയുന്നില്ലേ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവനാദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിന് കീഴടക്കാൻ ഇരുളിൽ കഴിയില്ല എന്ന് പറഞ്ഞ എന്താ? ഈശോ തന്നെയാണ് വചനമെന്നും, ആ വചനത്തിലൂടെ, അപ്പൊ ആ വചനം എന്ന് പറഞ്ഞാൽ ദ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ് എന്നാണ് പറയാം, ആ ഭാഗത്ത് പറയാം. എന്ന് പറഞ്ഞാൽ ആദിയിലേ തന്നെ മറിയത്തിന്റെ ഉദരത്തിൽ നിന്ന് മനുഷ്യനായി അവതരിക്കുന്നതിന് മുമ്പേ തന്നെ ആരുണ്ട്? ഈശോ ഉണ്ട്, ഇല്ലേ? മറിയത്തിന്റെ ഉദരത്തിൽ നിന്ന് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പേ ആരുണ്ട്? ഈശോയുണ്ട്. ആ ഈശോയുടെ അസ്തിത്വം, അതാണ് ദ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ് പറയാം. ദ പ്രീ എക്സിസ്റ്റൻസ്, ആ അസ്തിത്വം വചനമായിട്ട് ദൈവത്തോടു കൂടിയായിരുന്നു. അവൻ തൃത്വൈക ദൈവത്തിന് രണ്ടാം ആളായി ഈശോ ദൈവവചനം തന്നെയാണ്, വചനമാണ്. അതാണ് ആദിയിലുണ്ടായിരുന്ന വചനം. ദ വേർഡ് മെയ്ഡ് ഫ്ലെഷ് എന്ന് പറയാം, അല്ലെ? എവിടെയാണ് പറയാ? യോഹന്നാന്റെ സുവിശേഷം 1:14, അല്ലേ? അതെന്താ പറയാ? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും ഏകജാതന്റേതുമായ മഹത്വം, ഇല്ലേ? ഇപ്പൊ വചനം മാംസം ധരിച്ചു, അവൻ ഗ്ലോറിഫൈ, മഹത്വവൽക്കരിക്കപ്പെട്ട വചനമാണ്, അല്ലേ? അത് നമ്മള് കൃപയും സത്യവും, കൃപയുണ്ട്, സത്യമായിട്ടും അത് നിലനിൽക്കുന്ന സത്യമാണ്. ഓക്കെ, അപ്പൊ ആ അർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവവചനം നമുക്ക് വലിയ ആധികാരികത നൽകുന്നതാണ്. വചനത്തിന്റെ ഉപാസകരാണ് നമ്മൾ. ശിഷ്യന്മാര് ഈശോ എന്താ ചെയ്തത്? അവരെ ഇരുത്തി പഠിപ്പിച്ചു, ഇല്ലേ? ഈശോ എന്ത് ചെയ്ത്? ഈശോയുടെ ഏറ്റവും നല്ല പ്രസംഗം, അല്ലെങ്കിൽ ഏറ്റവും നല്ലതല്ല, എല്ലാ പ്രസംഗവും നല്ലതാണ്, ഏറ്റവും വലിയ പ്രസംഗം, ഏറ്റവും പ്രധാനപ്പെട്ട, വലുതെന്ന് പറയാൻ പറ്റില്ല, പ്രധാനപ്പെട്ട പ്രസംഗം, വലിയ പ്രസംഗം ഏതാ? വലിയ പ്രസംഗം. വലിയ പ്രസംഗം വലുതാണ്, എന്നാൽ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ വലിയൊരു പ്രസംഗമാണ്. അല്ല, അത് ഒറ്റ ശ്വാസത്തിലല്ല പറഞ്ഞത്,
അതായത് മലയിലെ പ്രസംഗം ശരിക്കും അഷ്ടസൗഭാഗ്യങ്ങൾ ഈശോ പറയുന്നത് ഒരു സമയത്താണ്. അതേസമയം അതിന്റെ വിശദീകരണവും വ്യാഖ്യാനങ്ങളും ഈശോ പിന്നീട് പല സ്ഥലത്തിരുന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി അറിയപ്പെടുന്ന മലയിലെ പ്രസംഗം എന്നാണ്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 5, 6, 7, 8 അധ്യായങ്ങളെല്ലാം മലയിലെ പ്രസംഗമായിട്ട് അറിയപ്പെടുന്നത്. പക്ഷെ ഈശോ പല സ്ഥലത്തായിട്ട് പറഞ്ഞ പ്രസംഗങ്ങളാണ്. പക്ഷെ എല്ലാം മലയിലെ പ്രസംഗത്തിന്റെ വിശദീകരണമാണ്. അതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. പക്ഷെ ഈശോ വലിയൊരു പ്രസംഗം പറഞ്ഞു. അതിനെ കുറിച്ചാണ്, പരിശുദ്ധ കുർബാനയെ കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 6 നീണ്ട പ്രസംഗം അല്ലെ. ഈശോയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാണ്? 17 മതി അല്ല. നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. 17 സിസ്റ്റർ എല്ലാം പഠിച്ചു വെച്ചേക്കല്ലേ. ഓക്കെ, ഒന്ന് പ്രോത്സാഹിപ്പിക്കും വിശുദ്ധമായി. അപ്പൊ അങ്ങനെ അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ വചനം പഠിക്കുക എന്നതാണ്. വചനം പഠിക്കുക, വചനത്തെ നമ്മൾ വചനത്തിന് ദൈവവചനം നമ്മൾ നന്നായിട്ട് പഠിക്കുക. ദൈവവചനത്തെ നന്നായി വായിക്കും, നന്നായിട്ട് പഠിക്കണം. ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ ചിലപ്പോഴൊക്കെ ഈ പൈശാചിക ബാധ ഒക്കെ സംഭവിക്കും, പൈശാചിക ആക്രമണം ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ ഏറ്റവും ശക്തമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ദൈവത്തിന്റെ വചനമാണ് അല്ലെ. ദൈവവചനമാണ് പൈശാചിക സ്വാധീനങ്ങളുള്ള മേഖലകളില്, പൈശാചിക അധികാരമുള്ള മേഖലകളിലൊക്കെ വചനത്തിന്റെ ശക്തി. വചനത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ വചന പ്രവൃത്തി തന്നെ. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നു. അത് വചനമാണ് അല്ലേ. ദൈവം പറഞ്ഞാൽ മതി, അത് സംഭവിക്കുന്നു. വചനവും പ്രവൃത്തിയും ഒന്ന് തന്നെയാണ്. ഉദാഹരണത്തിന് മരിച്ചു കിടക്കുന്ന ബാലികയോട് പറയാണ് ബാലികയെ എഴുന്നേൽക്കുക. അപ്പൊ ബാലിക ജീവനോട് എഴുന്നേറ്റ് വരും ഇല്ലേ. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് അഴുക്ക് തുടങ്ങി. 4-ാം ദിവസം എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. 3 ദിവസം വരെ ശരീരം അഴുക്കൂല. ഈ യഹൂദരുടെ ശവസംസ്കാര ചടങ്ങില് അവര് തൈലലേപനമൊക്കെ നടത്തുമല്ലോ. ഈ തൈലമൊക്കെ ഇങ്ങനെ പൂശി വയ്ക്കുന്നത് കൊണ്ട് 3 ദിവസം വരെ ബോഡി ഫ്രഷ് ആയിട്ടിരിക്കും. തൈലമൊക്കെ പൂശിയാണ് അവർ അടക്കം ചെയ്യുന്നത്. സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ ഉണ്ട്. അതേസമയം 4th ഡേ മുതൽ ശരീരം അഴുക്കി തുടങ്ങും. അപ്പൊ ലാസറിനെ ഉയർപ്പിച്ച എന്ന 4th ഡേയിലാണ്. ഈശോ ഉയർത്തതെന്ന 3-ാം ദിവസം. എന്താ? ശരീരം അഴുക്ക് തുടങ്ങുന്നതിന് മുമ്പേ ഈശോ ഉയർത്തണം. അതാണ് ഒരു പ്രത്യേകത. അതേസമയം ലാസറിനെ 4-ാം ദിവസം ഉയർപ്പിക്കുക. ശരീരം അഴുത്തു തുടങ്ങിയ ശരീരത്തെ ജീവനോടെ ഉയർപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞു? ഈശോയ്ക്ക് കഴിഞ്ഞു. എങ്ങനെ? ഒറ്റ വാക്ക്. എങ്ങനെയാ? ലാസറെ പുറത്തു വരിക. കണ്ടോ? ലാസറെ പുറത്തു വരിക. അപ്പൊ അത് വാക്കാണ് അല്ലെ. ഈശോ പറഞ്ഞ മതി. മരിച്ച് അഴുത്ത ഒരവസ്ഥയിൽ നിന്ന് പോലും ജീവനുള്ള മനുഷ്യനായി ഊർജ്ജസ്വതയോടെ എഴുന്നേറ്റ് വരാൻ അവന് കഴിഞ്ഞു. വരുത്താൻ അവർക്ക് കഴിഞ്ഞു. ഈശോയുടെ വചനത്തിന് കഴിഞ്ഞു. അതാണ് വചനത്തിന്റെ പ്രത്യേകത. അതുപോലെ തളർവാദ രോഗിയോട് പറയാണ് എഴുന്നേറ്റ് നിന്റെ കിടക്കയിൽ വെട്ടുന്നത്. അപ്പൊ തളർവാദം ചാടി എഴുന്നേറ്റ് പോവാണ് ഇല്ലേ. പിന്നെ കൈ ശ്രദ്ധിച്ചു പോയതോ പറയാണ് കൈ നീട്ടുക. അപ്പൊ കൈ നീട്ടുകയാണ് അല്ലേ. അതാണ് പിശാച് പറഞ്ഞെന്നോട് പറയാം. പിശാചേ സാത്താനെ ദൂരെ പോ. സാത്താനപ്പോ ദൂരെ പോവാണ് അല്ലേ. പ്രലോഭനത്തിന്റെ സമയത്ത് അങ്ങനെയല്ലേ. ഈശോ പറയും ഗെറ്റ് അവേ സൈറ്റൻ. സാത്താനെ ദൂരെ പോ ഇല്ലേ. അപ്പൊ പിശാചികളെ ബഹിഷ്കരിക്കാൻ, രോഗികളെ സുഖപ്പെടുത്താനും അധികാരമുള്ള ദൈവത്തിന് സൃഷ്ടിക്കാൻ, ജീവൻ നൽകാൻ, പാപം മോചിപ്പിക്കാൻ. ഇതിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തിന്റെ അധികാരമുള്ള വചനം ഇത് നമുക്ക് വചനം എല്ലാ ദിവസവും വായിക്കണം, എല്ലാ ദിവസവും ധ്യാനിക്കണം, പഠിക്കണം. ധാരാളമായിട്ട് ദൈവവചനം പഠിക്കണം. ഓക്കെ, അടുത്തൊരു സ്ലൈഡിലേക്ക്. അപ്പൊ നമുക്ക് അതിന് മുമ്പോട്ട് അതെല്ലാം അല്ലേ. ഓക്കെ, അപ്പൊ ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം കൺക്ലൂഡ് ചെയ്യും. നമ്മുടെ സമയമാണ് അല്ലേ. 7 മണിക്ക് നമുക്ക് ഐസ്ബ്രേക്കിംഗ് ടൈമാണ്. അപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ അത് ഇതിന്റെ ഒരു പ്രത്യേകത ലീഡർഷിപ്പ് ആസ് എ വൊക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ദൈവവിളിയാണ്. വൊക്കാസിയോ എന്ന് പറയും. വൊക്കാസിയോ ദൈവവിളിയാണ് അല്ലേ. ഇത് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു എന്താണ്. അപ്പൊ ലീഡർഷിപ്പ് ഇസ് എ കോൾ. You do not lead self-glorification but as a response to God's grace. എന്തുകൊണ്ടാണ് ദൈവം വിളിക്കണേ? നമ്മൾ നേരത്തെ പറഞ്ഞു പത്രോസിനെ മറ്റെല്ലാവരെയും വിളിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെട്ട് വിളിക്കുകയാണ്. അത് ദൈവത്തിന്റെ ഒരു കൃപയാണ്, ഗ്രേസ് ആണ്. അതിനപ്പുറം ഒന്നുമില്ല. അപ്പൊ നമ്മൾ പറയാണ് you did not choose me but I chose you and appointed you so that you might go and bear fruit that will last. യോഹന്നാന്റെ സുവിശേഷം 15:16. ഞാൻ നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇല്ലേ.
അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ ഒന്ന് ഇത്ര ഓർമ്മ മതി. ഈ ഒരു സ്ലൈഡിൽ നമുക്ക് ഇങ്ങനെ ഓർക്കാം, നമുക്ക് എല്ലാവർക്കും ഒരു വിളിയുണ്ട്. ആ വിളിയിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ഇല്ലേ? തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോ ഉദാഹരണത്തിന് ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ? ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു, അതിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തു, അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേര് കൊടുത്തു, ഇല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? അവരെ പ്രസംഗിക്കാനായി പറഞ്ഞയച്ചു. അപ്പൊ വിളിയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, മിഷനുണ്ട്. ഓക്കെ, there is a call and there is an election. There is an election and there is a mission. Call, election, mission. വിളിയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, അയക്കപ്പെടുന്നുണ്ട്. അതാണ് മിഷൻ, അയക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് ഇവിടെ ചേർന്നിരിക്കുന്ന ഈ 3 ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പരിപാടിയാണ് കേട്ടോ. ഈ 3 ദിവസം കൊണ്ട് നമ്മളിങ്ങനെ കത്തി ജ്വലിക്കണം, നമ്മൾ കൂടെയൊക്കെ കത്തിക്കണം, കെട്ടിടമൊക്കെ വീടൊക്കെ കെട്ടിടമൊക്കെ ചൂട് പിടിക്കണം, നമ്മുടെ ഉള്ളിൽ ചൂട് പിടിക്കണം, ആത്മാവിന് ചൂട് പിടിക്കണം കേട്ടോ. അതുകൊണ്ട് വചനം കൊണ്ടേയിരിക്കണം, ഒപ്പം തന്നെ അഭിഷേകം കൊണ്ടേയിരിക്കണം, തീക്ഷ്ണത കൊണ്ടേയിരിക്കണം, നല്ല ശക്തിയുള്ള ഊർജ്ജസ്വല തീക്ഷ്ണതയുള്ള നേതാക്കളായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ പുസ്തകം ഫയലൊക്കെ എല്ലാവർക്കും കിട്ടി. ഈ ഒരു കാര്യം 1-2 കാര്യം നമ്മൾ ചോദിച്ചോട്ടെ. ആർക്കെങ്കിലും നോമ്പുള്ളത് കൈവക്കി? സത്യമായിട്ട് നോമ്പുള്ളത് കൈവക്കാൻ പറ്റില്ല, കോൺഗ്രസിനായിട്ട് പൊക്കല്ലേ? അപ്പൊ ഒന്ന് നോമ്പുള്ളവര് ഒന്ന് പേര് നോട്ട് ചെയ്യണം കേട്ടോ. അവിടെ ഒന്ന് നോട്ട് ചെയ്യണം നോമ്പുള്ളവര്. അപ്പൊ നിങ്ങൾ മീൻ കഴിക്കോ? ഈ നോമ്പുള്ളവര് ഒന്നും കഴിക്കില്ല അല്ലെ? ചിലരിങ്ങനെ ഇറച്ചിക്ക് മാത്രം നോമ്പുള്ളവരുണ്ട്. അതാണ്. അപ്പൊ അത് നോട്ട് ചെയ്യണം. നോമ്പുള്ളവർ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഭക്ഷണം കിട്ടും, നാളെ മുതലാണ് കേട്ടോ. ഇന്നെല്ലാവർക്കും മീനാണ്, മീൻകറി വെച്ചിരിക്കണേ. ചിലർക്ക് ഇറച്ചിയൊക്കെ നോമ്പുള്ളവരൊക്കെ ഉണ്ടാവില്ല, ചിലർക്ക് മീൻ നോമ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി അപ്പൊ അതുകൊണ്ട് നോമ്പുള്ളവരുടെ പേര് കൊടുക്കുക. പിന്നെ ചിലർക്ക് രാത്രി ചപ്പാത്തി വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. ഇന്ന് കിട്ടണ കഴിക്കേണ്ടി വരും, നാളെ മുതൽ അത് നോക്കാം കേട്ടോ. നാളെ മുതൽ എന്ന് പറഞ്ഞാൽ നാളെ രാത്രി കൂടി ഉണ്ട്, രാത്രി ചപ്പാത്തി. ഓക്കെ, അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കുക. പിന്നെ ഫയൽ എല്ലാവർക്കും വേണം, എല്ലാവരും ഫയൽ മേടിക്കുക. ഇവിടെ